എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് കാരിഫോറിൽ ലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഇൻവെൻട്രിയിൽ വന്ന് ആഡ് എ പ്രൊഡക്റ്റ് ഓർ ഓഫർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ലിസ്റ്റിംഗ് ചെയ്യാന്നുള്ളതാണ്. അതായത് സിംഗിൾ ലിസ്റ്റിംഗ്. കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 4 പ്രൊഡക്ട്സോ 5 പ്രൊഡക്ട്സോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ആഡ് ആൻ ഓഫർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ആൻ ഓഫർ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം കുഡൻ ഫൈൻഡ് യുവർ പ്രൊഡക്റ്റ് ഇൻ കാരിഫോർസ് കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് ആഡ് എ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ കാരിഫോർ ത്രൂ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഓൾറെഡി കാരിഫോറിൽ മറ്റ് സെല്ലേഴ്സ് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസമായിട്ട് അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് ആൻ ഓഫർ എന്ന ഫസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സെർച്ച് ബാർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, കാരിഫോറിൻ്റെ കാറ്റലോഗിൽ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് എ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സെക്കൻഡ് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കാരിഫോറിൻ്റെ കാറ്റലോഗിലുള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്തൊരു ഫയലുണ്ട്. ആ ഫയലിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലത് കാരിഫോറിൽ ഓൾറെഡി ഉണ്ട്, ചിലത് കാരിഫോറിൽ ഇല്ല. അപ്പം അതിൻ്റെ ഒരു മിക്സാണ്. അത് നമുക്ക് എങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് കാരിഫോറിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിമോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ID, അതായത് ബാർകോഡ് നമ്പറോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഓൾറെഡി കാരിഫോറിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു കാരിഫോറിൻ്റെ URL നമുക്ക് കോപ്പി ചെയ്തിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കാരിഫോറിൽ പ്രൊഡക്റ്റ് URL ലഭിക്കാനായിട്ട് നമുക്ക് cariforUAE.com എന്ന വെബ്സൈറ്റിൽ പോവാം. അതിനുശേഷം ഇവിടെ സെർച്ച് ഫോർ പ്രൊഡക്ട്സിൽ നിങ്ങളുടെ കയ്യിൽ ഏത് പ്രൊഡക്റ്റാണോ സെല് ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ സെർച്ച് റിസൾട്ട്സിൽ പ്രൊഡക്ട്സ് കാണിക്കുന്നതാണ്. അതിനോട് സിമിലാരിറ്റി ഉള്ള പ്രൊഡക്ട്സും എല്ലാം കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ 1208 റിസൾട്ട്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് എനിക്കിനി സോർട്ട് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം ഏതാണ് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ URL ലഭിക്കാനായിട്ട്. അപ്പോൾ സോർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് സ്ക്രോൾ അപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കാറ്റഗറിയിൽ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറീസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. പെറ്റ് ഫുഡ്, കാറ്റ് ഫുഡാണ്. പിന്നെ അത് വെറ്റ് ആൻഡ് ഡ്രൈ ഫുഡാണെന്ന് വെച്ചാൽ അതിന് എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനോട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ തന്നെ പല പല ബ്രാൻഡ്സ്, കാറ്റ് ഫുഡിൻ്റെ തന്നെ പല നെയിമിലുള്ള ബ്രാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് സോർട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ ബ്രാൻഡ്സിൽ വന്നിട്ട് ഹാപ്പി കാറ്റ് എന്നുള്ള പ്രൊഡക്റ്റാണ് എൻ്റെത്. അപ്പം അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്ട്സ് മാത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആ ഒരു ബ്രാൻഡിലുള്ള പ്രൊഡക്ട്സ് മാത്രം. അപ്പം ഇതിലേതാണ് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അതെനിക്ക് അതിൻ്റെ ലിങ്ക് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ലിങ്ക് എനിക്ക് കോപ്പി ചെയ്തിട്ട് അത് നമ്മുടെ നേരത്തെ സെല്ലർ അക്കൗണ്ടിൽ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ സെൽ ദിസ് പ്രൊഡക്റ്റ് അടിച്ചിട്ട് നമുക്ക് ഇത് നമ്മുടെ സെല്ലർ പോർട്ടലിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു വഴി. ഇനി അടുത്ത വഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു ബാർകോഡ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബാർകോഡ് നമ്പർ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് നമ്പർ. അത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് സെൽ ദിസ് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പ്രൊഡക്റ്റ് നെയിം ജസ്റ്റ് ഇവിടെ തന്നെ ഡയറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്ത് അത് സെൽ ദിസ് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ലിസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഈ 3 രീതിയിലാണെങ്കിലും ശരി, നമ്മൾ സെൽ ദിസ് പ്രൊഡക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജാണ് ലഭിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ SKU ആദ്യം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്, എത്ര ദിറംസാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഐറ്റം എത്ര നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചാൽ അതും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പ്രൊഡക്റ്റ് ഏത് കണ്ടീഷനിലുള്ളതാണ് നമ്മൾ വിൽക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ കണ്ടീഷനിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ന്യൂ തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റിന് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ വാറൻറ്റിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് അത് അപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൈറ്റിൽ കാണുന്ന പോലെ ഡിസ്കൗണ്ടിൻ്റെ ടോഗിളുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
ഇനി അടുത്തതായിട്ടൊരു അവൈലബിലിറ്റി സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ മാത്രം അവൈലബിൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് സെൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഇത്ര യൂണിറ്റ്സ് എങ്കിലും ഒരാൾ പർച്ചേസ് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം ഓർഡർ ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരാൾക്ക് പരമാവധി ഇത്ര യൂണിറ്റ്സ് മാത്രമേ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മാക്സിമം ഓർഡർ ക്വാണ്ടിറ്റിയും സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ഓർഡറിൽ ഒരു ടൈം പർച്ചേസ് ചെയ്യുന്നതിൽ ഇത്രയേ MOQ അല്ലെങ്കിൽ മാക്സിമം ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇല്ല, നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതെന്തായാലും പബ്ലിഷ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് വ്യൂ ലിസ്റ്റിംഗ് ഓൺ കാരിഫോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിംഗ് നിങ്ങൾക്ക് കാരിഫോറിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിലവിൽ മറ്റൊരു സെല്ലർ വിൽക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഓഫർ ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാം. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് നൗ എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഡിസ്കാർഡ് ചെയ്യുകയാണ്, എനിക്ക് എഡിറ്റ് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ. ഇനി കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ പേജ് റീഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിമും ഇതുപോലെ തന്നെ കാണുന്നതാണ്. നിങ്ങൾക്ക് സോൾഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നെയിം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാരിഫോറിൻ്റെ കാറ്റലോഗിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ സിംഗിൾ ലിസ്റ്റിംഗ് വഴി ചെയ്യുന്നത്. ഇനി അതല്ല, കാരിഫോറിൻ്റെ കാറ്റലോഗിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് സിംഗിൾ ലിസ്റ്റിങ്ങിൽ നമുക്ക് കാരിഫോറിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ നിലവിലിപ്പോൾ ഓപ്ഷനില്ല. അപ്പോൾ ആ ഒരു ഫങ്ഷനാലിറ്റി ഉടനെ തന്നെ വരും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കാരിഫോറിൻ്റെ കാറ്റലോഗിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നിലവിൽ ലിസ്റ്റ് ചെയ്യേണ്ടത്.